വിഷു വിപണിയുടെ തിരക്കിൽ കോതമംഗലം. കണിക്കൊന്നയ്ക്കും പടക്കത്തിനും നഗരത്തിൽ ആവശ്യക്കാർ ഏറെയാണ്. വിഷു ആഘോഷങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങുമ്പോൾ വിപണിയിൽ കണിക്കൊന്നയ്ക്കും പടക്കത്തിനും ആവശ്യക്കാർ ഏറെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിപണി കൂടുതൽ സജീവമാണെന്നും വ്യാപാരികളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല വില വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ മാന്യമായ വിലയ്ക്കാണ് കൊടുക്കണേ. വലിയ ഇതൊന്നുമില്ലാണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാ കൊല്ലം ചെയ്യണതുകൊണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാ വർഷത്തെ പോലെയും പതിവ് പോലെ തന്നെ സാധനങ്ങൾക്ക് വില കൂടുതലൊന്നും വന്നിട്ടില്ല. കാര്യമായിട്ടുള്ളത് വളരെ കുറഞ്ഞ ലാഭത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഐറ്റങ്ങൾ വളരെ കുറഞ്ഞ ലാഭം എടുത്ത് കൊടുക്കുക. പ്ലാസ്റ്റിക് പൂക്കളെ അപേക്ഷിച്ച് യഥാർത്ഥ പൂക്കൾക്ക് ഇത്തവണയും ആവശ്യക്കാർ ഉണ്ടെന്ന് കാർഷിക വിപണി പങ്കാളിയായ കുടുംബശ്രീ പ്രസിഡന്റ് പറഞ്ഞു. അത് കുഴപ്പമില്ല, കാരണം ഇത് പറിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ടാണ് ആളുകൾ പ്ലാസ്റ്റിക്കിലേക്ക് പോകുന്നത്. പക്ഷേ നാച്ചുറൽ, നമ്മുടെ പണ്ടത്തെ കാലത്തെ വിഷു ആഘോഷിക്കുന്ന പോലെ നാച്ചുറലായിട്ട് നമുക്ക് ഒരു കണി ഒരുക്കണം. നമ്മുടെ ഈ ഒറിജിനലായുള്ള കണിക്കൊന്ന തന്നെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനാണ് കുടുംബശ്രീയുടെ ചന്തയിൽ ഈ കണിക്കൊന്ന കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. നിലവിൽ 20, 30, 50 രൂപയാണ് കണിക്കൊന്നയ്ക്ക് വ്യാപാരികൾ ഈടാക്കുന്നത്. 30 രൂപയ്ക്കും 50 രൂപയ്ക്കും അത് 20 രൂപയ്ക്ക് കൊടുത്ത കൊന്നപ്പൂവുണ്ട്. അത് ക്വാണ്ടിറ്റി അനുസരിച്ച് പല രീതിക്കകത്തായിട്ട് കൊടുത്തു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പടക്ക വ്യാപാരം വളരെ മോശമാണെന്നും ഇത്തവണ വിലയിൽ നേരിയ വ്യത്യാസമുണ്ടെന്നും കച്ചവടക്കാർ അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കുട്ടികൾക്കുള്ള ഫാൻസി ഐറ്റങ്ങളായ ചക്രം, മത്താപ്പൂ, മേശപ്പൂ എന്നിവയാണെന്നും ശിവകാശിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന പടക്കങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട പടക്കങ്ങളും ഇത്തവണ വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കച്ചവടക്കാർ പറഞ്ഞു. വിറ്റുപോകുന്നത് ചെറിയ കുട്ടികൾക്കുള്ള ഐറ്റങ്ങൾ, അതായത് ഫാൻസി ഐറ്റങ്ങളാണ്. ഫാൻസി ഐറ്റങ്ങൾ ചക്രം തുടങ്ങിയിട്ട് മത്താപ്പൂ, മേശപ്പൂ അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കൂടുതലായിട്ട് പോണത്. ഈ പ്രാവശ്യം വിപണിയിൽ പുതിയ പുതിയ ഐറ്റങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ശിവകാശിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ തദ്ദേശീയമായ നിർമ്മിതികളുള്ള സാധനങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.